തൃശൂർ DCCയിലെ തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ UDF ജില്ലാ ചെയർമാൻ സ്ഥാനം MP വിൻസെന്റ് രാജിവെച്ചു. തമ്മിലടിയിൽ തനിക്ക് പങ്കില്ലെന്നും കോൺഗ്രസ് വിട്ടുപോകില്ലെന്നും MP വിൻസെന്റ് വ്യക്തമാക്കി. അതേസമയം DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനും MP വിൻസെന്റിനും ഐക്യദാർഢ്യം അറിയിച്ച് DCC ഓഫീസിന് മുന്നിൽ രാവിലെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കിരൺ കുമാർ വിവരങ്ങളുമായി ചേരുന്നു. കിരൺ, പോസ്റ്റർ യുദ്ധം തുടരുകയാണ്. തൽക്കാലം കയ്യാങ്കളി മാത്രമാണ് നിർത്തിവെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ മറ്റൊരറ്റത്തുനിന്ന് രാജ്യപ്രഖ്യാപനങ്ങളും തുടർന്നേക്കാം. വിവരങ്ങൾ വീണ, തൃശ്ശൂരിലെ കനത്ത പരാജയത്തിനും ഒപ്പം തന്നെ DCCയിൽ ഉണ്ടായിട്ടുള്ള തമ്മിലടിയിലും ഇപ്പോൾ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും ഒപ്പം UDF ചെയർമാനായിരുന്ന MP വിൻസെന്റും രാജി അറിയിച്ചിരിക്കുകയാണ്. ഇന്ന് DCC ഓഫീസിൽ ചേർന്ന കോൺഗ്രസ് നേതൃയോഗത്തിന് ശേഷമാണ് ഇരുവരും രാജി അറിയിച്ചത്. താൻ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ടാണ് ജോസ് വള്ളൂര് രാജി പ്രഖ്യാപിച്ചത്. അതിനിടയിൽ തന്നെ ഈ യോഗസ്ഥലത്തേക്ക് എത്തിയ MP വിൻസെന്റ് നിലവിലെ സാഹചര്യത്തിൽ തനിക്ക് തുടരാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ താൻ രാജി അറിയിക്കുന്നതായിട്ടുള്ള കാര്യം വ്യക്തമാക്കി. ഈ തമ്മിലടി നടക്കുന്ന ദിവസം താൻ സ്ഥലത്തുണ്ടായിരുന്നില്ല, ഡൽഹിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ തമ്മിലടിയിൽ തനിക്ക് പങ്കില്ല. എന്നിരുന്നാൽ പോലും നിലവിലൊരു സാഹചര്യം അത് എതിരായതുകൊണ്ട് തന്നെ രാജിവെക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് MP വിൻസെന്റും അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നേരത്തെ ഈ തമ്മിലടിയും ഒപ്പം ഈ കനത്ത പരാജയത്തിലും കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ജോസ് വള്ളൂരിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച ഈ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. കൂടാതെ രാജിയും ഇവരോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തിരികെ എത്തിയതിനു ശേഷം DCC ഓഫീസിൽ നേതൃയോഗം ചേരുകയും അതിനുശേഷം രാജി പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഇതിനിടയിൽ തന്നെ ഈ കോൺഗ്രസിലെ ഈ തമ്മിലടിയിൽ പോസ്റ്റർ യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ 5ാം തവണയാണ് DCC ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത്. ഇന്ന് ജോസ് വള്ളൂരിനെ അനുകൂലിച്ചുകൊണ്ടാണ് ഈ പോസ്റ്ററുകൾ ഉണ്ടായത്. ഈ പരാജയത്തിന്റെ യഥാർത്ഥ പ്രതികളെ സംരക്ഷിച്ചുകൊണ്ട് ജോസ് വള്ളൂരിനെ ബലിയാടാക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ള ഈ പോസ്റ്ററുകളിൽ ആരോപിച്ചിരിക്കുന്നത്. ഏതായാലും വലിയൊരു തമ്മിലടി, ആ തമ്മിലടി വീണ്ടും തുടരുന്നു എന്ന് വേണം പറയാൻ. ഇന്ന് ഈ നേതൃയോഗത്തിന് ശേഷം പുറത്തേക്ക് വന്ന പ്രവർത്തകരിൽ ചിലർ ജോസ് വള്ളൂരിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. ജോസ് വള്ളൂര് മാത്രമല്ല തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം അത് ചില നേതാക്കളാണ് എന്നുള്ളൊരു ആരോപണം തന്നെയാണ് പ്രധാനമായിട്ടും ഈ പ്രവർത്തകർ ഉന്നയിച്ചത്. നേരത്തെ തന്നെ ഈ തോൽവിക്ക് പിന്നിൽ TN പ്രതാപനും അനിൽ അക്കരയും അടക്കമുള്ള ആളുകളാണ് എന്നതുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിച്ചിരുന്നതാണ്. ഇവർക്കൊന്നും തന്നെ നടപടിയില്ലാതെ DCC പ്രസിഡന്റിനെയും ഇപ്പോൾ MP വിൻസെന്റും ഇവർക്കെതിരെ മാത്രമായിട്ട് നടപടി ഒതുങ്ങുന്നതിനെതിരെയും ഏതായാലും കോൺഗ്രസിനുള്ളിൽ ഒരു വിഭാഗത്തിന് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉള്ളത്. വീണ, ഓക്കെ, ശരി കിരൺ.